സർക്കാർ വക ഭൂമിയിലെ മരം കൊള്ള. വെട്ടിയിട്ട തടികൾ മോഷണം ചെയ്തു കൊണ്ടുപോകുവാനുള്ള ശ്രമം നാട്ടുകാർ ഇടപെട്ടു തടഞ്ഞു. തിരുരങ്ങാടി വില്ലേജിനു കീഴിലെ പന്താരങ്ങാടി പൂക്കുളങ്ങര ചീർപ്പിങ്ങൽ പാലത്തിനരികെ 150 മീറ്റർ മാറി ഇറിഗേഷൻ ഭൂമിയിലാണ് മരം കൊള്ള നടന്നത്. ചെറുതും വലുതുമായ 18-ലധികം മരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട്. വെട്ടിയ മരങ്ങൾ കടത്താനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. മരച്ചില്ലകളും മറ്റും ജലാശയത്തിലേക്ക് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇത് ജലമലിനീകരണത്തിന് ഇടയാക്കുമെന്നും നീരൊഴുക്ക് തടസ്സപ്പെടുത്തുമെന്നും പരാതിയുണ്ട്. മരം വെട്ടും കടത്തിക്കൊണ്ടു പോകുവാനുള്ള ശ്രമവും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ മരം കടത്തുകാർ കടന്നുകളയുകയായിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് മേജർ ഇറിഗേഷൻ അധികൃതരും പൊതുപ്രവർത്തകനായ MP സ്വാലിഹ് തങ്ങളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇറിഗേഷൻ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. കൂടുതൽ മരങ്ങൾ മുറിക്കാതെയും മുറിച്ച മരങ്ങൾ രഹസ്യമായി കടത്താനുള്ള നീക്കവും നാട്ടുകാരുടെ അവസരോചിത ഇടപെടലിനെ തുടർന്നാണ് വിഫലമായത്. മേജർ ഇറിഗേഷൻ ഭൂമിയിലെ ശേഷിക്കുന്ന മരങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. സമാന രീതിയിൽ പാലത്തിന്റെ തൊട്ടടുത്തായി മാസങ്ങൾക്ക് മുൻപ് മരങ്ങൾ വെട്ടിമാറ്റിയതിന്റെ അടയാളങ്ങളും വ്യക്തമാണ്. മരങ്ങൾ ഇനിയും വ്യാപകമായി വെട്ടുന്ന സാഹചര്യമുണ്ടായാൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകരും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. മരം കൂട്ടത്തോടെ വെട്ടിയ വിവരമറിഞ്ഞ് ഇറിഗേഷൻ അധികൃതർ സ്ഥലത്തെത്തി വിശദമായ പരിശോധനകളും നടത്തിയിട്ടുണ്ട്. പ്രതികളെ അടിയന്തരമായി പിടികൂടി സർക്കാരിനുണ്ടായ നഷ്ടം തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പരാതിക്കാരനും ഇറിഗേഷൻ വകുപ്പും ആവശ്യപ്പെടുന്നത്. മരക്കൊള്ളയുടെ ഡിവിഷൻ കൗൺസിലറുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്നും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോക് കുമാർ P, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശരത് TP, ഓവർസിയർമാരായ പ്രജീഷ് M, സുജിഷ M തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഇറിഗേഷൻ വകുപ്പ് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പരാതിയെ തുടർന്ന് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ B-യും സംഘവും സ്ഥലപരിശോധന നടത്തി. Chamanu International Jewelers, traditionally trusted for 160 years.